നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. ചികിത്സയിലിരിക്കെ മരിച്ച പാലക്കാട് സ്വദേശിയുടെ പരിശോധനാ ഫലം പോസിറ്റീവ്. മഞ്ചേരിയിലെ ലാബിൽ നടത്തിയ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. RSS നിയന്ത്രണത്തിലെ സ്കൂളുകളിൽ അപരിഷ്കൃത പ്രവർത്തികൾ നടപടി വേണം. പാദപൂജയിൽ KSU മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഗുരുപൂജ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം തടയണമെന്ന് പൊതുതാൽപര്യ ഹർജി. സുരക്ഷ ഉറപ്പാക്കാൻ DGPക്ക് നിർദ്ദേശം നൽകണമെന്ന ആവശ്യം. ഹർജിയുമായി എറണാകുളം സ്വദേശിയാണ് കോടതിയെ സമീപിച്ചത്. യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും SFIയെ പുകഴ്ത്തിയും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം PJ കുര്യൻ. SFIയുടെ സർവകലാശാല സമരം കണ്ടില്ലേയെന്നും ക്ഷുഭിത യൗവനത്തെ അവർ കൂടെ നിർത്തുന്നുവെന്നും PJ കുര്യൻ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച മണ്ണാർക്കാട് സ്വദേശിയുടെ പരിശോധനാ ഫലം പോസിറ്റീവ്. മഞ്ചേരിയിലെ ലാബിൽ നടത്തിയ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. സ്ഥിരീകരണത്തിനായി സ്രവം പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചു. പൂനെ വൈറോളജി ലാബിൽ നിന്ന് പരിശോധനാ ഫലം എത്താൻ 2 ദിവസം എടുക്കും. 88-കാരനായ രോഗി 2 ദിവസമായി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ്. രോഗലക്ഷണങ്ങൾ കണ്ടതോടെയാണ് സ്രവം പരിശോധനയ്ക്കായി അയച്ചത്. തുടർന്നാണ് മഞ്ചേരിയിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ ഫലം പോസിറ്റീവായി കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് രോഗി മരിച്ചത്. ഇദ്ദേഹത്തിന്റെ പ്രാഥമിക സമ്പർക്ക പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. ഇദ്ദേഹവുമായി നേരിട്ട് കോൺടാക്റ്റുള്ള ആളുകളെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം പാലക്കാട് സ്വദേശിനിയായ 38-കാരി ഇപ്പോഴും നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇവരുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആളല്ല മരിച്ച 88-കാരനെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ ചില സ്കൂളുകളിൽ നടക്കുന്ന പാദപൂജ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് KSU. സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ എന്ന പേരിൽ കാല് കഴുകിച്ച സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായി പരാതി നൽകി. RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലാണ് ഇത്തരം അപരിഷ്കൃത നടപടികൾ നടക്കുന്നതെന്ന് KSU കത്തിൽ ചൂണ്ടിക്കാട്ടി. ഇത്തരം സ്കൂളുകളിൽ RSS സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം പ്രവർത്തികൾക്ക് പ്രോത്സാഹനം നൽകുന്ന അധ്യാപകർക്കെതിരെയും അടിയന്തരമായി ഇടപെടണമെന്ന് അന്വേഷണം വേണമെന്നും KSU കത്തിൽ ആവശ്യപ്പെട്ടു. ഗുരുപൂജ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഗുരുപൂജയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തവരാണ് അതിനെ വിമർശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളെ കുറ്റപ്പെടുത്താനാകില്ല. ശരിയായ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ നമ്മളെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്നും ഗവർണർ പറഞ്ഞു. കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം തടയണമെന്ന് ഹൈക്കോടതിയിൽ ഹർജി. സർവകലാശാലയിലെ സമരക്കാർ യുദ്ധക്കളമാക്കിയെന്നാണ് ആക്ഷേപം. പൊതു താൽപര്യ ഹർജിയുമായി എറണാകുളം സ്വദേശിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സുരക്ഷ ഉറപ്പാക്കാൻ DGPക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യം. വിദ്യാർത്ഥികളുടെ മൗലികാവകാശങ്ങൾ സമരക്കാർ നിഷേധിക്കുന്നു. ക്യാമ്പസിനകത്തെ തുടർച്ചയായ സമരങ്ങൾ 2017 കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നും ഹർജിക്കാരൻ ആരോപിച്ചു. ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. SFI, ASF, KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളെ എതിർകക്ഷിയാക്കിയാണ് ഹർജി. വിളംബരത്തിന്റെ നാടായ കുണ്ടറയുടെ മണ്ണിൽ ഇനി BLM. ഭാരതലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 130ാമത് ബ്രാഞ്ച് കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ BLM ഫൗണ്ടർ R. പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു കുടുംബത്തിൽ ഒരു BLM മെമ്പറെങ്കിലും ഉണ്ടായിരിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് R. പ്രേംകുമാർ പറഞ്ഞു. ഓരോ ദിവസവും കുറഞ്ഞ പക്ഷം എൻ്റെ ഒരു കണക്കും ഞാൻ പറഞ്ഞത് 100 കുടുംബങ്ങളെങ്കിൽ പുതിയതായിട്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം ചെയ്തു. അതിൻ്റെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ അടുത്തത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പൽസറി ഒരു കുടുംബത്തിൽ ഒരാളെങ്കിൽ BLM കുടുംബ മെമ്പർ ആയിരിക്കണം എന്നൊരു വർക്കൗട്ട് കൂടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പെട്ടെന്ന് തന്നെ കൊണ്ടുവരുമ്പോൾ എല്ലാ രീതിയിലും മൊബൈൽ വാൻ വെച്ചിട്ട് തന്നെ ചെയ്യാൻ നമ്മളെ കേരളത്തിൽ ഉള്ള ഈ കൊച്ചു കേരളം ഒരുപാട് ജനം നമ്മൾ കാണുന്നുണ്ട്. നാട് വിട്ട് നാട് പോയി ജീവിക്കാൻ വേണ്ടി മരുഭൂമിയിലും അവിടെയും വെള്ളമില്ലാത്ത സ്ഥലത്തും രാജ്യത്തും എങ്ങനെയൊക്കെയോ ഓടി അവർ കൊണ്ടുവന്ന് ഇവിടെ വരുമ്പോൾ ഒന്നുമില്ല. ഒരു പ്രവാസിയുടെ ഒരു കഥ കേട്ടപ്പോൾ എനിക്ക് വിഷമായിപ്പോയി. ഭാരതലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 130ാമത് ശാഖയാണ് കൊല്ലം കുണ്ടറയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ശാഖയുടെ ഉദ്ഘാടനം BLM സൊസൈറ്റിയുടെ ഫൗണ്ടർ R. പ്രേംകുമാർ നിർവഹിച്ചു. 10 ലക്ഷത്തിലധികം അംഗങ്ങളും കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നീ 3 സംസ്ഥാനങ്ങളിലായി നിരവധി പദ്ധതികളുമായി മുന്നേറുന്ന BLM R. പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 21 വർഷക്കാലയളവിൽ മികച്ച നിലയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. നിക്ഷേപകർക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനമെന്നതും BLMന്റെ മറ്റ് സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ടതാകുന്നു. തിരുവിതാംകൂർ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തകർ സൈനിക ഉദ്യോഗസ്ഥരാണെന്നും അതിൽ താനും പ്രസ്ഥാനവും ഏറെ സന്തോഷിക്കുന്നുവെന്നും പ്രേംകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എനിക്ക് ഏറ്റവും ഈ സൈഡ്
ഈ തെക്കൻ തിരുവാങ്കൂർ ഈ സൈഡിലുള്ള എല്ലാത്തിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നമുക്കൊക്കെ അറിയാം, പൊതുവേ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ആയാൽ ഒന്ന് ഏതെങ്കിലും ബാങ്കിൽ സെക്യൂരിറ്റി പണിക്ക് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചുകൂടി വിദ്യാഭ്യാസം കാര്യങ്ങളുണ്ടെങ്കിൽ ബാങ്കിൽ ജോലിക്ക് പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങളായിട്ട് അവർ അങ്ങനെ നീക്കങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ പണികളായിട്ട് പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏത് മഞ്ഞും മലയും ഒന്നും നോക്കാതെ നമ്മളൊക്കെ ഇന്ന് സുഖമായിട്ട് കിടന്ന് വീട്ടിൽ ഉറങ്ങാൻ അവർ കണ്ണുറങ്ങാതെ ശത്രുക്കളെ രാജ്യത്തിന് നോക്കി എല്ലയിലും അവിടെയും എല്ലാ വെടിവെപ്പിനും നേരിട്ട് നിന്ന് പേടിക്കാതെ അവരെ ജീവനെ കൊടുത്ത് അവർ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന പട്ടാളക്കാർ റിട്ടയർഡ് ആകുമ്പോൾ അവർക്ക് എന്ത് വില ഉണ്ട്? അതേ പട്ടാളക്കാർക്ക് ഞാനിപ്പോൾ ശ്രീകുമാർ പറഞ്ഞപ്പോൾ ചിന്തിച്ച കാര്യമാണ്. ഇന്ന് ഇവിടെ ഇപ്പോൾ എത്ര ആൾക്കാർ നമ്മൾ പട്ടാളക്കാരുണ്ടെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ അവരെ മനസാക്ഷിക്കറിയാം. സാക്ഷിയായിട്ട് അവർ വേണമെങ്കിൽ അവർക്ക് ഞാൻ പറയുന്ന വാക്കുകൾ വേണം. ഈ ഭീമന മഹാപ്രസ്ഥാനത്തിൽ വന്ന് ജോയിൻ ചെയ്ത ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടും എല്ലാ രീതിയിലും സമൂഹത്തിൽ ഏറ്റവും വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന ജവാന്മാരായിട്ട് ഇപ്പോൾ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശക്തി. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എ വേദവ്യാസൻ അധ്യക്ഷത വഹിച്ചു. എൻ കരുണാമൂർത്തി മുഖ്യാതിഥിയായിരുന്നു. BLM ഡയറക്ടർ VK സിബി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ K ശ്രീകുമാരൻ, PRO മിലി റാണി, ഡെപ്യൂട്ടി PRO മോഹനൻ, DGM ജ്യോതി പ്രകാശ്, AGമാരായ അഭിലാഷ്, പ്രസാദ്, വിനോദ്, സോണൽ ഹെഡ് രാജീവ്, സനൽ തുടങ്ങിയവർ സംസാരിച്ചു. സജിത സ്വാഗതവും ദിലീപ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. പോലീസുകാരന്റെ തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം പൂന്തറ ആലക്കാട് മദർ തെരേസ കോളനി സ്വദേശി ജോസിനെയാണ് പൂന്തറ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ബിനുവിനെയാണ് പ്രതി ആക്രമിച്ചത്. കഴിഞ്ഞ 9 ഉച്ചയ്ക്ക് 12:30 തിരുവല്ല ഇടയാർ ഫാത്തിമ മാത പള്ളിക്ക് സമീപമായിരുന്നു സംഭവം. കഴിഞ്ഞ ഓഗസ്റ്റ് 11 പള്ളിവളപ്പിലുണ്ടായിരുന്ന കാണിക്കവഞ്ചി പൊളിച്ച് പണം കവരാൻ ശ്രമിച്ച ജോസിനെ തടയുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബിനുവായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച വീണ്ടും പള്ളിവളപ്പിലെത്തിയ ജോസിനെ ഡ്യൂട്ടിയിലെത്തിയിരുന്ന ബിനു ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ അടുത്തുണ്ടായിരുന്ന ചുറ്റിക വെച്ച പ്രതി ബിനുവിന്റെ തലയിൽ അടിക്കുകയായിരുന്നുവെന്ന് SI V സുനിൽ പറഞ്ഞു. പോലീസുകാരന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ആക്രമിച്ചതിനും പ്രതിക്കെതിരെ കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലെ മുൻ MLAമായിരുന്ന കോട്ട ശ്രീനിവാസ റാവു അന്തരിച്ചു. 83 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെ ഹൈദരാബാദിലെ വസതിയിലായിരുന്നു അന്ത്യം. 750-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. തമിഴ്, ഹിന്ദി, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ മമ്മൂട്ടി നായകനായ ദ ട്രെയിനിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. മോഹൻലാൽ നായകനായ ജനത ഗാരേജിലും പ്രധാന വേഷത്തിലെത്തിയിരുന്നു. വില്ലൻ വേഷങ്ങളിലും ഹാസ്യപ്രധാനമായ വേഷങ്ങളിലും ക്യാരക്ടർ റോളുകളിലും അദ്ദേഹം തിളങ്ങി. അവസാന കാലത്ത് പല വിവാദ പരാമർശങ്ങളും നടത്തിയിരുന്നു. 15-ൽ പത്മശ്രീയും നിരവധി മറ്റ് അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചു. യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും SFIയെ പുകഴ്ത്തിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ സർവകലാശാല സമരങ്ങളിൽ ഉൾപ്പെടെ SFI ക്ഷുഭിത യൗവനത്തെ കൂടെ നിർത്തുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ TVയിൽ കാണാമെന്നും വിമർശനം. താൻ പറഞ്ഞത് കേൾക്കാതിരുന്നതിനാൽ പത്തനംതിട്ടയിലെ 5 സീറ്റും നഷ്ടമായെന്നും PJ കുര്യൻ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം പേരൂർക്കടയിലെ വ്യാജമാല മോഷണ കേസിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധത്തിനൊരുങ്ങി പരാതിക്കാരി ബിന്ദുവും കുടുംബവും. വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയലിനെയും മകൾ നിഷയെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം. പോലീസ് പ്രതി ഓമന ഡാനിയലുമായി ഒത്തു കളിക്കുന്നുവെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് പറഞ്ഞു. മാസങ്ങളായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് ബിന്ദു ചോദിക്കുന്നു. അറസ്റ്റ് വൈകിയാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്ന് ബിന്ദുവും കുടുംബവും വ്യക്തമാക്കി. ദളിതയായ താൻ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും നടപടി വൈകുന്നത് എന്താണെന്ന് ബിന്ദു ചോദിക്കുന്നത്. 4 മാസമായി ഒന്നും ചെയ്യുന്നില്ല. താൻ അനുഭവിച്ച ദുരിതം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീതി കിട്ടിയേ മതിയാകുമെന്നും ബിന്ദുവിന്റെ നിലപാട്. ഓമന ഡാനിയൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 16 കോടതി പരിഗണിക്കും. വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയൽ, മകൾ നിഷ എന്നിവരെ കൂടാതെ SI പ്രസാദ്, ASI പ്രസന്നൻ എന്നിവരാണ് പ്രതികൾ. ബിന്ദുവിന്റെ വീട്ടിലറിയിക്കാതെ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി ബിന്ദുവിനെ ക്രൂരമായി ചോദ്യം ചെയ്യുകയായിരുന്നു. പിന്നീട് ഓമനയുടെ വീട്ടിൽ നിന്ന് തന്നെ മാല കണ്ടെത്തി. ഇതോടെയാണ് പോലീസ് സ്റ്റേഷനിൽ ദളിത് സ്ത്രീ നേരിട്ട ദുരനുഭവം പുറത്തുവന്നത്. തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള BJP നേതാവ് C സദാനന്ദൻ രാജ്യസഭയിലേക്ക്. ഇദ്ദേഹം ഉൾപ്പെടെ 4 പേരെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. രാജ്യസഭയിലെ നോമിനേറ്റഡ് സീറ്റുകളിലുണ്ടായ ഒഴിവിനെ തുടർന്നാണ് ഇത്. നിലവിൽ സംസ്ഥാന BJP വൈസ് പ്രസിഡന്റാണ് സദാനന്ദൻ. ഇക്കഴിഞ്ഞ ദിവസമാണ് സദാനന്ദൻ ഈ സ്ഥാനത്തെത്തിയത്.
പേവിഷ വാക്സിൻ എടുത്തിട്ടും ഏപ്രിൽ മെയ് മാസങ്ങളിലായി 3 കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തിൽ വാക്സിൻ ആയിരുന്നില്ല പ്രശ്നമെന്ന് ആരോഗ്യവകുപ്പ്. കുട്ടികളെ ആദ്യം പ്രവേശിപ്പിച്ച ആശുപത്രികളിൽ വാക്സിനൊപ്പം നൽകേണ്ട ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ലഭ്യമായിരുന്നില്ല. കടിയേറ്റ ഉടൻ അരമണിക്കൂർ സമയം തുടർച്ചയായി മുറിവ് സോപ്പ് ഉപയോഗിച്ച് ശുദ്ധജലത്തിൽ കഴുകുന്നതടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല. എന്നാൽ ഇതാണ് മരണകാരണമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നില്ല. കഴുത്തിലും തലയിലും കടിയേറ്റതിനാൽ വൈറസ് അതിവേഗം തലച്ചോറിനെ ബാധിച്ചുണ്ടാകുമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് വകുപ്പ് ബാലാവകാശ കമ്മീഷന് സമർപ്പിച്ചു. ഇതിനാൽ പ്രതിരോധ കുത്തിവയ്പ് ഫലപ്രദമാവാതെ പോകുകയായിരുന്നുവെന്നും പറയുന്നു. വാക്സിൻ നൽകുന്നതടക്കമുള്ള ഒരു കാര്യത്തിലും വീഴ്ചയുണ്ടായില്ലെന്നാണ് നേരത്തെ ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. മലപ്പുറം തിരൂരങ്ങാടിയിലും പത്തനാപുരം വെള്ളിക്കുടിയിലും മരിച്ച കുട്ടികളെ ആദ്യം പ്രവേശിപ്പിച്ച ആശുപത്രികളിലാണ് ഇമ്മ്യൂണിഗ്ലോബുലിൻ ലഭ്യമാകാതിരുന്നത്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ മുറിവ് കഴുകി പ്രതിരോധ കുത്തിവയ്പ് നൽകി. ഇമ്മ്യൂണോഗ്ലോബുലിൻ നൽകിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അയച്ചാണ്. തലയിലും തോളിലും കാലിലുമാണ് കടിയേറ്റത്. പത്തനാപുരം വെളിക്കുടിയിൽ മേൽ മരിച്ച കുട്ടിയെ ആദ്യം പ്രവേശിപ്പിച്ചത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു. പിന്നീട് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചാണ് ഇമ്മ്യൂണിഗ്ലോബുലിൻ നൽകിയത്. കൈയിലും കാലിലും ആഴത്തിലുള്ള മുറിവുകളാണ് പത്തനംതിട്ട നാരങ്ങമത്ത് മരിച്ച 3ാമത്തെ കുട്ടിക്കും ഉണ്ടായിരുന്നത്. ഈ കുട്ടിക്ക് യഥാസമയം വാക്സിനുകൾ നൽകിയിരുന്നുവെന്നാണ് വിലയിരുത്തൽ. കുട്ടികൾക്ക് നൽകിയ വാക്സിൻ കാലഹരണപ്പെട്ടാൽ 1 വർഷമെങ്കിലും സമയം അവശേഷിക്കുമെന്നായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകിയതിന് സർക്കാർ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്ക് നൽകാനുള്ളത് 20 മുതൽ 40 കോടി വരെ 1.5 വർഷത്തോളമുള്ള കുടിശ്ശിക നൽകാനുണ്ടെന്നാണ് മാനേജ്മെന്റുകൾ ചൂണ്ടിക്കാട്ടുന്നത്. കുടിശ്ശിക നൽകാതെ ആയതോടെ പല കോളേജുകളും പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. കുടിശ്ശിക നൽകിയില്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളുടെ നടത്തിപ്പ് പ്രതിസന്ധിയിലാകുമെന്ന് ചൂണ്ടിക്കാട്ടി മാനേജ്മെന്റുകൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകി. കുടിശ്ശികയിൽ പകുതിയെങ്കിലും ഓരോ കോളേജിനും അനുവദിക്കുകയും ബാക്കി ഘട്ടം ഘട്ടമായി നൽകുകയും ചെയ്താൽ പോലും പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കോളേജുകൾ തിരികെ വരുമെന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് മറ്റു കരാറുകാർക്ക് നൽകുന്നതുപോലെ വിവിധ ബാങ്കുകളായി സഹകരിച്ച് സ്വാശ്രയ കോളേജുകൾക്ക് ബിൽ ഡിസ്കൗണ്ട് നൽകുന്നത് പരിഗണിക്കണമെന്ന് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പാലക്കാട് ചിറ്റൂരിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിന് കാരണം പെട്രോൾ ചോർച്ചയെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ഇന്ധനം സ്റ്റാർട്ടിംഗ് മോട്ടോറിലേക്ക് വീണു. സ്റ്റാർട്ടാക്കിയപ്പോൾ സ്പാർക്കിംഗ് ഉണ്ടായി തീ പടർന്നുവെന്ന് നിഗമനം. അപകടത്തിൽ 6 വയസ്സുകാരൻ ആൽഫ്രഡ്, 4 വയസ്സുകാരി എമിലിന എന്നിവരാണ് മരിച്ചത്. പൊള്ളലേറ്റ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. അമ്മ എൽസിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30-ഓടെ 4 വയസ്സുകാരി എമിലിനയുടെയും 3:15-ഓടെ 6 വയസ്സുകാരൻ ആൽഫ്രഡിന്റെയും മരണം സ്ഥിരീകരിച്ചിരുന്നു. ആൽഫ്രഡിന് 75%, എമിലിനയ്ക്ക് 60% പൊള്ളലേറ്റിരുന്നു. പാലാരിവട്ടം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് എൽസിയുടെ വീട്ടുമുറ്റത്ത് വെച്ച അപകടമുണ്ടായത്. പരിക്കേറ്റവരെ എറണാകുളത്തേക്ക് എത്തിച്ചു. വീടിന് മുറ്റത്ത് നിർത്തിയിട്ട കാർ സ്റ്റാർട്ടാക്കിയപ്പോഴാണ് അപകടം സംഭവിച്ചത്. പൊട്ടിത്തെറിക്കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. മാരുതി 800 ആണ് പൊട്ടിത്തെറിച്ചത്. M5 ന്യൂസ്, പാലക്കാട്. കുറ്റിപ്പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ജീവനക്കാരിയായ നഴ്സ് മരിച്ചു. കോതമംഗലം സ്വദേശിയായ ആമിനയാണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് ആശുപത്രിയിലെ ഒരു മുറിയിൽ ആമിനയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. അമിതമായി ഗുളികകൾ കഴിച്ചാണ് അബോധാവസ്ഥയിലായതെന്നാണ് വിവരം. കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വളാഞ്ചേരി വട്ടപ്പാറ സർവീസ് റോഡ് അടയ്ക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച അധികൃതർ. നിലവിൽ സർവീസ് റോഡിന് അനുമതിയിൽ നിന്നും വാഹനങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് റോഡിന് അനുമതി നൽകാത്തതെന്നുമാണ് വിവരം. വളാഞ്ചേരി നഗരത്തിലേക്ക് പ്രവേശിക്കാൻ വട്ടപ്പാറയിൽ സർവീസ് റോഡ് വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. എന്നാൽ വട്ടപ്പാറ സർവീസ് റോഡ് അടയ്ക്കാനാണ് അധികൃതരുടെ തീരുമാനം. എക്സിറ്റ് ഉൾപ്പെടെയുള്ള റോഡ് പ്രാവർത്തികമായാൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുമെന്ന് സാധ്യത കണക്കിലെടുത്താണ് തീരുമാനമുള്ളത്. വട്ടപ്പാറയിൽ നിന്നും താഴേക്കിറങ്ങുന്ന സമയം വാഹനങ്ങൾക്ക് വേഗത കൂടാൻ ഇടയാക്കുമെന്നും ഇത് വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നുമാണ് നിഗമനം. ദേശീയപാത അധികൃതർക്ക് റോഡുമായി ബന്ധപ്പെട്ട് പെറ്റീഷൻ നൽകിയിട്ടുണ്ടെന്നും അടുത്ത ദിവസം എസ്റ്റിമേഷൻ നൽകുന്ന മുറയ്ക്ക് തീരുമാനത്തിൽ മാറ്റം വരുമെന്നാണ് കണക്കാക്കുന്നത്. കാലാവസ്ഥ. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും കനത്തേക്കും. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. 16-ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. കേരള തീരത്ത് ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ന് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. ചികിത്സയിൽ
ചികിത്സയിലിരിക്കെ മരിച്ച പാലക്കാട് സ്വദേശിയുടെ പരിശോധനാ ഫലം പോസിറ്റീവ്. മഞ്ചേരിയിലെ ലാബിൽ നടത്തിയ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. RSS നിയന്ത്രണത്തിലെ സ്കൂളുകളിൽ അപരിഷ്കൃത പ്രവർത്തികൾ നടപടി വേണം. പാദപൂജയിൽ KSU മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഗുരുപൂജ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം തടയണമെന്ന് പൊതു താൽപര്യ ഹർജി. സുരക്ഷ ഉറപ്പാക്കാൻ DGPക്ക് നിർദ്ദേശം നൽകണമെന്ന ആവശ്യം. ഹർജിയുമായി എറണാകുളം സ്വദേശിയാണ് കോടതിയെ സമീപിച്ചത്. യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും SFIയെ പുകഴ്ത്തിയും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം PJ കുര്യൻ SFIയുടെ സർവകലാശാല സമരം കണ്ടില്ലേ ക്ഷുഭിത യൗവനത്തെ അവർ കൂടെ നിർത്തുന്നുവെന്നും PJ കുര്യൻ. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.